ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് മാരുതിയുടെ ഫ്രോൺസ് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. ആ വണ്ടിയിൽ ഒരുവിധം വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഹെഡ്ലൈറ്റ്, ശരിക്കും ഇതിൻ്റെ വൈറ്റ് ഹെഡ്ലൈറ്റ് നമ്മൾ ഒരു LED-യിലേക്ക് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഷാർപ്പിൻ്റെ LED ആണ്. അതിന് നമുക്ക് ശരിക്കും 2 വർഷം വാറണ്ടിയുള്ള ഷാർപ്പിൻ്റെ ഒരു LED ആണ് നമ്മളിലേക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള 2 ഹോൺ, ഇതിൻ്റെ കമ്പനി ഹോൺ മാറ്റിയിട്ട് 2 ഹോൺ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോൺ നമുക്കൊന്ന് വർക്ക് വെച്ച് കേൾക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൺ വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹോണാണ്. നമ്മൾ ഹെല്ലയുടെ ബ്ലാക്ക് പേൾ എന്ന് പറഞ്ഞൊരു ഹോണാണ്. അതേപോലെ നമ്മൾ ചെയ്തിട്ടുള്ളൊരു വർക്കാണ് വിൻഡോ ഗാർണിഷ് ലോവർ. അതേപോലെ തന്നെ റെയിൻ ഗാർഡ് വിത്ത് ക്രോമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ക്യാച്ച് കവർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ് കവർ കാണുമ്പോൾ തന്നെ അറിയാം. അതിൻ്റെ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട്, റെഡ് കളറിലൊരു പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡയമണ്ട് കട്ടും ഇതേപോലത്തെ ഒരു സീറ്റ് കവറാണ് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. കണ്ടോ? അതേപോലെ സ്റ്റിയറിംഗ് കവർ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കവർ നമ്മൾ ഈ സീറ്റിൻ്റെ അതേ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നമുക്ക് ഉള്ളിലേക്ക് കടത്തി വിടാണ്ട് പുറത്തുനിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. കന കുറഞ്ഞ ലെതറിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ നമുക്കത് ഉള്ളിലേക്ക് കടത്തി വിടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളൊരു വർക്കാണ് ഇതിൽ. അടിയിൽ വിനയൽ മാറ്റ് ഫുള്ള് വിരിച്ചു. ഇനി നമുക്കിതിൽ 5D മാറ്റും കൂടി ഇടാനുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ള വേറൊരു വർക്കാണ്. ഇതിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഷാർപ്പിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മളിതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷാർപ്പിൻ്റെ സിസ്റ്റമാണ് നമ്മൾ ചെയ്തത്. ഷാർപ്പിൻ്റെ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, നമുക്ക് 2 വർഷം അതിന് വാറണ്ടിയും വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്യാമറ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല വൈഡായിട്ട് കാണാവുന്ന ഒരു ക്യാമറയാണ്. എൻ്റെ ബാക്കിൽ വേറൊരു വണ്ടിയുടെ വർക്ക് നടക്കുന്നുണ്ട്, അതാണ് അതിൽ കാണുന്നത്. അപ്പോൾ ഈ ഷാർപ്പിൻ്റെ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 2 വർഷം ഇതിന് വാറണ്ടി ഉണ്ട്. ഇതിൽ തന്നെ നമുക്ക് ബ്ലൂടൂത്തും എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്തും ഉണ്ട്. അതുപോലെ വീഡിയോ പ്ലേ ചെയ്യാം, ഗൂഗിൾ മാപ്പ് എടുക്കാം. നമുക്കൊരു വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. വീഡിയോ എന്ന് പറയുമ്പോൾ ഇതിലുള്ള വീഡിയോ തന്നെ നമുക്ക്, ഇതിലിപ്പോൾ വീഡിയോ ഉണ്ട്, ആ വീഡിയോ തന്നെ നമുക്ക് പ്ലേ ചെയ്ത് കാണാണ്ട. അതുപോലെ സൗണ്ടും നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സൗണ്ട്. നമ്മൾ സ്പീക്കറിൽ ഫിറ്റ് ചെയ്തേക്കണത് കോമ്പണൻ്റ് സ്പീക്കർ, ഇൻഫിനിറ്റിയുടെ കോമ്പണൻ്റ് സ്പീക്കർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് സെപ്പറേറ്റ് ട്യൂട്ടർ വരുന്നത്. ബാക്കിൽ കൊയാക്സിലും ഫ്രണ്ടിൽ നമ്മൾ കോമ്പണൻ്റ് സ്പീക്കറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4 ഡോറിലും സ്പീക്കറും നമ്മുടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ക്യാമറ ഒന്നും കൂടി നമുക്ക് റിവേഴ്സ് ഒന്നിട്ട് നോക്കാം. ഇതാണ് റിവേഴ്സ് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു HD ക്യാമറയായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ബ്ലാക്ക് കളർ റെയിൻ ഗാർഡ്, അത് ക്രോം അടക്കം വരുന്നൊരു റെയിൻ ഗാർഡാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ വിൻഡോ ഗാർണിഷ് ലോവറും അതേപോലെ തന്നെ ക്യാച്ച് കവറും. പിന്നെ ഹോൺ ഞാൻ വർക്ക് വെച്ച് കാണിച്ച് തന്നിരുന്നു. പിന്നെ അതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള വേറൊരു ഇതാണ് റിയർ റിഫ്ലക്ടർ LED. ഇതാണ് റിയർ റിഫ്ലക്ടർ LED വരുന്നത്. ഇത് നമ്മൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ മാത്രം ഇതിങ്ങനെ അടിയിലേക്ക് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പാർക്ക് മാത്രമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് പാർക്ക് ആകുമ്പോൾ വെറുതെ കത്തി നിൽക്കും. പിന്നെ അതേപോലെ തന്നെ കണക്റ്റിംഗ് LED. ഇതിൽ നമ്മൾ കണക്റ്റിംഗ് LED മാറ്റിയിട്ടില്ല, നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അത് ഫിറ്റ് ചെയ്തേണ്ട പല വീഡിയോസും നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്, നമ്മുടെ ഈ ചാനലിലുണ്ട്. അതേപോലെ നല്ലൊരു ക്യാമറ നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ സീറ്റിൻ്റെ സീറ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഓക്കെ, സീറ്റിൻ്റെ കഴിഞ്ഞു. ഇനി നമുക്ക് 5D മാറ്റിൻ്റെ വർക്ക് കൂടി ഒന്ന് കാണാം. ഇനി ഇതിൽ ചെയ്യാനുള്ളത് നമുക്ക് 5D മാറ്റും കൂടി നമുക്ക് ഇടാനുണ്ട്. അപ്പോൾ 5D മാറ്റ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് 5D മാറ്റാണ് ഇപ്പോൾ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് 5D മാറ്റ്. ഇത് കറക്റ്റ് അളവിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കത് ഓരോ വണ്ടിക്കും ഓരോ അളവുണ്ട്. ആ അളവിൽ ആണ് 5D മാറ്റ് വരുന്നത്. കറക്റ്റ് ഒരു ട്രേ പോലെ കൊടുക്കും. അപ്പോൾ മണ്ണ്, പൊടി, അതുപോലെ വെള്ളം വരെ വന്നാലും അത് അതിൽ തന്നെ കറക്റ്റായിട്ട് നിൽക്കും. അതേപോലെ ബാക്കിലേക്ക് വരുന്നതിൻ്റെ പ്രത്യേകത, ബാക്കിലേക്ക് ഒറ്റ സിംഗിൾ പീസാണ് ബാക്കിലേക്ക് വരുന്നത്. അതും കറക്റ്റായിട്ട് ഓരോ വണ്ടിക്ക് വരുന്നതിൻ്റെ മോൾഡിങ് തന്നെ കറക്റ്റായിരിക്കും. കറക്റ്റാണ് അതിൻ്റെ സീറ്റിൻ്റെ ഫ്രണ്ട് സീറ്റിൻ്റെ അടിയിൽ വരുന്ന ലെഗും എല്ലാം കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ഫിറ്റിങ്സ് നിൽക്കും. അതേപോലെ തന്നെ ഡിക്കിയിലേക്ക് നമ്മളൊരു ബൂട്ട് മാറ്റ് എന്ന് പറയും, ആ ബൂട്ട് മാറ്റും നമ്മൾ ഇട്ടിട്ടുണ്ട്. അതും 5D ടൈപ്പ് മാറ്റ് തന്നെയാണ് നമ്മൾ ബൂട്ടിലേക്ക് ഇട്ടിട്ടുള്ളത്.
അപ്പോൾ ഇത്രയും വർക്കുകളാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഫ്രോൺസിൻ്റെ കുറേ വണ്ടികളിൽ നമ്മുടെ ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ വളരെ കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുള്ളത് നല്ലൊരു ആൻഡ്രോയിഡ് സിസ്റ്റം, 4 ഡോർ സ്പീക്കർ, സീറ്റ് കവർ, അതേപോലെ തന്നെ 5D മാറ്റ്. പിന്നെ നമുക്ക് ചെയ്തിട്ടുള്ള വേറൊരു വർക്കാണ് ഇതിൻ്റെ ഒരു ഡിക്കി ട്രേ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിക്കി ട്രേയും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വർക്കുകളാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ മനോഹരമായുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.